8 വർഷം മുമ്പ് മമ്മൂട്ടി നായകനായ കസബ എന്ന ചിത്രത്തിലെ ഒരു രംഗം സ്ത്രീവിരുദ്ധമാണെന്ന കടുത്ത ഭാഷയിലുള്ള നടി പാർവതിയുടെ വിമർശനം വിവാദമായിരുന്നു. ചലച്ചിത്രമേളയുടെ ഓപ്പൺ ഫോറത്തിൽ സംസാരിക്കവെയായിരുന്നു പാർവതിയുടെ പ്രതികരണം. ആദ്യം പേരെടുത്ത് പറയാതെയായിരുന്നു പാർവതി മമ്മൂട്ടി ചിത്രത്തെ വിമർശിച്ചത്. പിന്നീട് ഗീതു മോഹൻദാസ് നിർബന്ധിച്ചപ്പോഴാണ് പാർവതി കസബ എന്ന് എടുത്തു പറഞ്ഞത്. ഇപ്പോൾ യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ചിത്രം ടോക്സിക്കിന്റെ ടീസർ വീഡിയോയിൽ വിമർശനവുമായി കസബയുടെ സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാനം കടന്നപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിതിൻ കുറിച്ചത്. തൻ്റെ കസബ എന്ന സിനിമയെ സ്ത്രീവിരുദ്ധതയുടെ പേരിൽ വിമർശിച്ച അതേ വ്യക്തി മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നാണ് നിതിൻ പറയുന്നത്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയാണ് നിതിൻ രഞ്ജി പണിക്കരുടെ പ്രതികരണം. സ്ത്രീവിരുദ്ധത തരിമ്പുമില്ലാത്ത സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്ന ആൺനോട്ടങ്ങളില്ലാത്ത കസബയിലെ ആൺമുഷ്ക് മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം. സെയ്റ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റി വിട്ട പുള്ളി. പക്ഷേ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്ന് നിതിൻ രഞ്ജി പണിക്കർ കുറിച്ചു. ടോക്സിക് ടീസറിൽ നായകനായ യഷ് സ്ത്രീകളെ എടുത്ത് ഉയർത്തുന്നതും അവരുടെ ദേഹത്ത് മദ്യമൊഴിക്കുന്നതുമായ രംഗങ്ങളുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിതിൻ രഞ്ജി പണിക്കരുടെ പ്രതികരണം. അതിനിടെ ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ കസബ നിർമ്മിച്ച ജോബി ജോർജും കൗതുകകരമായ ഒരു പോസ്റ്റ് ഇട്ടു. കസബയിലെ മമ്മൂട്ടിയുടെ ചിത്രത്തോടൊപ്പം അന്നും ഇന്നും എന്നും രാജവാട രാജൻ സക്രിയ ഒരു വരവ് കൂടി വരും എന്ന ക്യാപ്ഷനുമായിട്ടാണ് ജോബി ജോർജിന്റെ പോസ്റ്റ് എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്നത്. രാജൻ സക്രിയ എന്ന പോലീസ് കഥാപാത്രത്തെയാണ് മമ്മൂട്ടി കസബയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിതിൻ രഞ്ജി പണിക്കർ തന്നെ തിരക്കഥ എഴുതിയ ചിത്രത്തിൽ നെഹ സക്സേന, സമ്പത്ത്, വരലക്ഷ്മി, ശരത് കുമാർ, ജഗദീഷ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. IFFK ഓപ്പൺ ഫോറത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചുള്ള വിമർശനം താരത്തിനെതിരാണെന്ന തരത്തിൽ ആരാധകർ വ്യാഖ്യാനിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പാർവതിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം KGF ചാപ്റ്റർ 2 പുറത്തെത്തി 4 വർഷത്തിനു ശേഷമാണ് യഷിന്റെ മറ്റൊരു ചിത്രം എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഏപ്രിലിലായിരിക്കും ചിത്രം റിലീസ് ചെയ്യുന്നത്. മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട് K നാരായണയും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് ടോക്സിക് നിർമ്മിക്കുന്നത്. യഷിന്റെ 19ാം സിനിമയാണിത്. എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ. ചിത്രത്തിൽ നയൻതാരയും കരീന കപൂറും പ്രധാന വേഷങ്ങളിൽ എത്തുമെന്നും റിപ്പോർട്ടുണ്ട്.